പകുതിന്ന് ഞായറാഴ്ചയാണ് നമുക്ക് സ്കൂളില്ല. അതുകൊണ്ട് നമ്മ ഇന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിട്ട് നമുക്കിന്ന് ചെറിയൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് കുറച്ച് നെയ്ച്ചോറും പിന്നെന്താ ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. കോഴിക്കറി, ചിക്കൻ കറിയല്ല കോഴിക്കറി. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. നമ്മന്ന് നാടൻ രീതിയിലെ ചിക്കൻ കറിയും നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാട്ടോ ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നത്. മക്കൾക്ക് രണ്ടാൾക്ക് സ്കൂളിലേക്കും പോകണ്ട, പിന്നെ ആർക്കും പോകണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് വൈകിട്ട് ഉറങ്ങി എണീച്ച് ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് മാഷേട്ടൻ പറഞ്ഞത് നമുക്കിന്ന് കുറച്ച് നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ മാഷേട്ടൻ പീടികയിൽ പോയിട്ട് കുറച്ച് ചിക്കനും കുറച്ച് ബിരിയാണിയുടെ അരിയും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തി. അതിനുശേഷം ഞാൻ ചിക്കൻ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചുട്ടാ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കവർ ഉണ്ടാവുമല്ലോ, ചിക്കനും മറ്റേ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവന്ന കവർ ഞാൻ ഇതുപോലെ ഒരു കമ്പ് ഇതുപോലെ നാട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. കഴുകിയിട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. അങ്ങനെയാട്ടോ ചെയ്യുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഹരിതകർമ്മ സേനക്കാർ വരുമല്ലോ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ നാട്ടിലേക്കും വരുന്നുണ്ടാവുമല്ലോ അവർ. അപ്പോൾ അവരിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വെള്ളം കളയാനായിട്ട് വെക്കും. പ്ലാസ്റ്റിക്കൊക്കെ വെള്ളം കളഞ്ഞ് വൃത്തിയാക്കിയിട്ടല്ലേ കൊടുക്കേണ്ടത്. അങ്ങനെ വെള്ളം പോയി കഴിയുമ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ എടുത്തിട്ട് ഇതുപോലത്തെ ചാക്കിലേക്ക് നിറച്ച് കൊടുക്കലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ ഒരു സാധനം കണ്ടോ, എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ്. ഇതിൻ്റെ കൂടെ വേറൊന്നും കൂടിയാണോ അതിലില്ല കേട്ടോ. വെക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സാധനം ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മാത്രം എങ്ങനെ അതിനുണ്ടോ ഇതാ ഈ ഒരു ഐറ്റം. ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ അകത്തുണ്ടാകുന്ന നമ്മളെ പാർട്സൊക്കെ ഉണ്ടാകുന്നില്ലേ, ആ ഒരു സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ പാർട്സ് കറി തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലേ കൂടുതലായിട്ടും. അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ നമ്മൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് പെരക്കി എടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. കുറച്ച് ചിക്കനിലേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ അല്ലേ. ആ സമയം കൊണ്ട് ഞാൻ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് മാഷേട്ടൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മുറിച്ച് തരാനായിട്ട് ഉരുളക്കിഴങ്ങും തക്കാളി പച്ചമുളക് നീരുള്ളി കുഞ്ഞുള്ളി ഒക്കെ എടുത്തിട്ട് മാഷേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് പണിയൊക്കെ മുറിക്കാനായിട്ട്. അപ്പോൾ പറഞ്ഞു ഞാൻ മുറിച്ച് തരാം, പച്ചക്കറിയൊക്കെ വേണ്ടത് ആവശ്യത്തിലുള്ള മുറിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മുറിക്കാനായിട്ട് കൊണ്ടുകൊടുത്തു. അതിനുശേഷം ഞാനൊരു മിക്സി ജാറെടുത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് നമ്മുടെ ഏലക്ക പട്ട ഗ്രാമ്പു ഈ കുറച്ച് ഐറ്റംസ് എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമുക്ക്. അത് നമ്മളെ ചോറിലേക്കാട്ടോ, നെയ്ച്ചോറിലേക്ക് ഇടാനായിട്ടാട്ടോ അത് ചെയ്യുന്നത്. അതൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ചട്ടിയുണ്ട്, എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ ചട്ടിയാണ് നമ്മളെ വീട്ടിലത്തെ. ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കുന്ന സമയത്താണ് ഈ ചട്ടി എടുക്കൽ. അപ്പോൾ ഞാൻ നേരത്തെ ഇത് കഴുകിയിട്ട് അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടിയിലാണ് നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. തേങ്ങ കത്തിയും കൊണ്ട് പൊട്ടിക്കുമ്പോൾ ഇതാ തേങ്ങ ഏതാ നിലത്ത് കിടക്കുന്നത്. നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ ചിരകി എടുക്കാം നമുക്ക്. ഇതാ ഒരു തേങ്ങ മുഴുവനായിട്ടുണ്ട്, പിന്നെ ഒരു തേങ്ങയുടെ പകുതി ഉണ്ട്, പിന്നെ ഇതിലെല്ലാം കുറച്ചുണ്ട്. നോക്കട്ടെ എത്ര തേങ്ങ ഏകദേശം എടുക്കാമെന്ന്. ചിക്കൻ കുറച്ചല്ലോ, അപ്പോൾ കുറച്ച് തേങ്ങ മതിയാവും. അങ്ങനെ നമ്മൾ ഒരു തേങ്ങ മുഴുവനായിട്ടും മറ്റൊരു തേങ്ങയുടെ പകുതി ഭാഗത്തിൻ്റെ കുറച്ചും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്താലും മതി. എൻ്റെ അടുക്ക് മക്കൾ വന്നിട്ട് പറഞ്ഞു വീട്ടിൽ തന്നെ ഇരിക്കുന്നില്ല, അപ്പോൾ വിശക്കുന്നുണ്ടാവുമല്ലോ, ഒരു വത്തക്ക ഉണ്ടായിരുന്നു മാസ്റ്റർ രാവിലെ കൊണ്ടുവന്നത്, അതൊന്ന് മുറിച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതൊന്ന് മുറിച്ച് നോക്കാൻ വിചാരിച്ചു. കുഞ്ഞാറ്റേ വത്തക്ക വേണമെങ്കിൽ വാ. ഇങ്ങോട്ട് വാ. വലിയ കഷ്ണായി.
അങ്ങനെ വത്തക്കയില മുറിച്ച് നോക്കി കുറേ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചു. എന്തോ ഇന്ന് കൊണ്ടുവന്ന വത്തക്ക നല്ല പാങ്ങുണ്ടായിന് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല കളറും ഉണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കഴിച്ചു. ചില സമയത്ത് കൊണ്ടുവന്ന വത്തക്ക കഴിക്കാനേ പറ്റില്ല, മധുരം ഉണ്ടാവില്ല. നമ്മൾ വെറുതെ അപ്പുറം വീട്ടിലത്തെ കാലിക്ക് കൊണ്ടു കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ കഴിച്ച വത്തക്കയുടെ കുറച്ച് തോടലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാനൊരു കൊട്ടയിലാക്കിയിട്ട് വെച്ചു, കാലിക്ക് കൊണ്ടു കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. തേങ്ങയും ചേരിട്ടാണ് അടുക്കളയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വത്തക്ക മുറിക്കാനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിള്ളേരോട് കുറേ വർത്താനം പറഞ്ഞുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് കറി വെക്കണ്ടേ, ചോറും ഉണ്ടാക്കണം. തേങ്ങയാണെങ്കിൽ വറുത്തിറക്കണം, കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഈ ഒരു അടുപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമോ? ഈ ഒരു അടുപ്പ് നമ്മളിവിടെ നാട്ടിലൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിൽക്കാനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ദിവസം മാഷേട്ടൻ വാങ്ങിയിട്ട് കൊണ്ടു വന്നിട്ട് നമ്മൾ 2 ദിവസമായിട്ട് ഇതിൽ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നുണ്ട്. തലേ ദിവസം ഞാൻ ചോറ് വെച്ചു, മീൻകറിയും പിന്നെ പയറുപ്പേരിയൊക്കെ ഈ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്, മണ്ണിൻ്റെ ചട്ടി. നല്ല അടുപ്പാണ്, നല്ല തീയൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. അടുപ്പിനെ കുറിച്ചിട്ട് പിന്നെ പറയാം കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ അകത്തുള്ള വിറകടുപ്പിലാണ് നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗ്യാസിൽ. അപ്പോൾ ഇതിപ്പോൾ ഈ അടുപ്പിൽ തന്നെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അതിനായിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നീരുള്ളി കഷ്ണം മുറിച്ചത് ഇട്ട് കൊടുത്തു. എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു കഷ്ണം നീരുള്ളി മുറിച്ചതും നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് കരിയാത്ത രീതിയിൽ ഇളക്കി നല്ല രീതിയിൽ മൊരിച്ചെടുക്കണം കേട്ടോ തേങ്ങേനെ. തേങ്ങ വറുത്തരച്ച് കറി വെക്കുമ്പോൾ തന്നെ പല ടൈപ്പിൽ വെക്കലുണ്ട് കേട്ടോ. ഞാൻ വെക്കുന്ന ഒരു രീതി മാത്രമാണ് കേട്ടോ ഇങ്ങനെ. തേങ്ങ വറുത്തിട്ട് വെക്കുമ്പോൾ തന്നെ 2-3 ടൈപ്പിൽ വെക്കും, അല്ലാതെ മുളകിട്ട് വെക്കുമ്പോഴും വേറെ 2-3 ടൈപ്പിൽ വെക്കും. ചിക്കൻ ഏതെല്ലാം തരത്തിൽ കറി വെക്കാമല്ലേ. ചില സമയത്ത് ചില രീതിയിലായിരിക്കും വെക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. അതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ തേങ്ങ നല്ല രീതിയിൽ കരിയാത്ത രീതിയിൽ മെല്ലെ മെല്ലെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കുക. തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മൾ ഈ പൊടിപ്പിച്ച് കൊണ്ടുവന്ന പൊടിയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കരിയാത്ത രീതിയിൽ ഇളക്കി പച്ചമണം പോകുന്നവരെ നല്ല രീതിയിൽ മൊരിച്ചെടുക്കുക. അതിനുശേഷം നമുക്കത് വാങ്ങി വെക്കാം കേട്ടോ. അത് നമുക്ക് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ട് അത് മാറ്റി വെക്കാം. അത് മാറ്റി വെച്ച ശേഷം ഞാൻ എന്താക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ കറിയുടെ ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം. അങ്ങനെ ഞാൻ വേഗം നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന നമ്മളെ വലിയ ചട്ടിയില്ലേ, അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. കുറച്ച് മാത്രമേ വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. വെളിച്ചെണ്ണ ഇല്ലാതെ വേണമെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിലേക്ക് ചെറിയുള്ളി, എൻ്റെ മാഷേട്ടൻ കുറേ നേരം കഷ്ടപ്പെട്ട് ഒലിഞ്ഞ് വൃത്തിയാക്കി വെച്ച ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചെറിയുള്ളി അവിടുന്ന് അതിൻ്റെ തൊലി കളയുന്ന സമയത്തുണ്ട് എന്നോട് ചോദിക്കുന്നത്, ഇത്ര വേണോ, ഇത്ര മതിയോ കുറേ നേരം ചോദിച്ചുകൊണ്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് അത് നല്ല രീതിയിൽ വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ ആ ചോപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്താണ് കേട്ടോ. അതൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് സാധാരണ ഇടുന്ന പോലെ നമ്മൾ അതിൽ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കൂടാണ്ട് ഉരുളക്കിഴങ്ങ് ഇടണം കറിയിൽ എന്ന് പറഞ്ഞു. മുളകിട്ട് വെക്കുമ്പോൾ ചില സമയത്തൊക്കെ ഉരുളക്കിഴങ്ങ് ഇടലുണ്ട് കേട്ടോ. തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ മാഷെണ്ണ നട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും ഇട്ട് വെച്ച് നമ്മളെ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളെ ഈ അതിനകത്തിട്ട പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പെരക്കി മിക്സാക്കി വെച്ച നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു കുറച്ചധികം സമയം നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോൾ അതിലെ ചിക്കൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ ചിക്കൻ എത്ര കഴുകി വൃത്തിയാക്കി മാറ്റി കഴിഞ്ഞാലും വെള്ളം ഊറ്റിക്കളഞ്ഞാലും അതിനകത്ത് വെള്ളം വരും ചിക്കൻ്റെ അകത്തുനിന്ന്. അങ്ങനെ അടച്ചു വെച്ച് നമുക്കതൊന്ന് കുറച്ച് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയത്ത് നമ്മൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ നമ്മൾ നേരത്തെ വറുത്തില്ലേ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമ്മളെ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ചാറ് ഇടാൻ അത്യാവശ്യമാണെന്ന്. അപ്പം ഞാൻ ചാറിന് വേണ്ടി കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് കരുതി കൂടുതൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ ടേസ്റ്റ് പോകുന്നവരെ വെള്ളം ഒഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. സാധാരണ ഒരാവശ്യത്തിനൊക്കത്തെ ഒഴിക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. പൊതുവേ നമുക്കിവിടെ പിന്നെ നെയ്ച്ചോറ് വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ അധികം ഉണ്ടാക്കുന്നത്. ഒന്നാമത് ചാറ് വേണമല്ലായിരിക്കും, ചാറ് കൂട്ടി കഴിക്കണം. അപ്പോൾ തേങ്ങ അതുകൊണ്ടാണ് വറുത്തരച്ചിട്ടുണ്ടായിരുന്നത്. തേങ്ങ വറുത്തരച്ച കറി അന്ന് ടേസ്റ്റിലെയും പിറ്റേസത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അല്ല പിറ്റേസത്തേക്കൊന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം തന്നെ തീരുത്.
പിന്നെ അപ്പോൾ അതിലേക്ക് കറി വാങ്ങുന്ന സമയത്ത് തളിച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് വാങ്ങുന്ന സമയത്ത് അതിലേക്ക് നമ്മളിങ്ങനെ വീട്ടിൽ പൊടിച്ച് വെച്ച ഗരം മസാലയില്ലേ അത് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചെപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കറി ഒന്ന് വാങ്ങി വെക്കാം. അങ്ങനെ കറിയായല്ലോ. അതിനുശേഷം നമ്മൾ ചോറിൻ്റെ പരിപാടി തുടങ്ങാം. ചോറിനായിട്ട് നമ്മളൊരു തകില അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നെയ്യിലും വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളിവിടെ ചോറ് വേവിക്കുന്നത്. ഡാൽഡ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിലേക്ക് ചെറിയ സ്ലൈസായിട്ട് മുറിച്ച നമ്മൾ നീരുള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ല രീതിയിൽ വാട്ടിയെടുക്കാം. പുതിയ അടുപ്പായതുകൊണ്ട് ഇതിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസമായി അടുപ്പ് വീട്ടിട്ടൊരു കളിയേ ഇല്ല. അങ്ങനെ നമ്മൾ ആ ഉള്ളി വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതൊക്കെ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ മിക്സിയിൽ. അതൊന്നും ഇട്ടിട്ട് നല്ല രീതിയിൽ വാട്ടി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിക്കുക. ഇത് വറുത്ത് ഇതുപോലെ ഇടാതെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് ഇടുന്നില്ലേ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ചോറുണ്ടാക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കല്. ഇത് ഇന്നിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് വാടി വരുന്ന സമയത്ത് അതിലേക്ക് വെള്ളവും ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുക. ചെറുനാരങ്ങയുടെ കുരു ആവാൻ പാടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് തിളക്കാനായിട്ട് വെക്കുക. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, ഇപ്പോൾ തന്നെ എടുത്തിട്ട് കഴുകിയിട്ട് അപ്പം തന്നെ ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടാവുന്നതെല്ലാം നോക്കിയിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ആയിട്ടില്ല. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞാൻ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് നെയ്ച്ചോറിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളത്. നെയ്ച്ചോറിൻ്റെ അരി എങ്ങനെയാണെന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധികം സമയമൊന്നും എടുക്കില്ല. അങ്ങനെ ഞാൻ ചോറ് നോക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് വേവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അടിയിലാണെങ്കിൽ വെള്ളമൊക്കെ കറക്റ്റ് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചോറ് അങ്ങോട്ട് അതിൻ്റെ മുകളിൽ നിന്ന് തീയൊക്കെ കുറച്ചു, അടുപ്പിലത്തെ തീയൊക്കെ കുറച്ച ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് കുറച്ച് തീർന്നു പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കറിവേപ്പിലയും പിന്നെ നീരുള്ളി, മുന്തിരി ഇതൊക്കെ ഞാൻ അകത്ത് ഗ്യാസിൽ നിന്ന് വാട്ടിയെടുത്താണ് കേട്ടോ. അത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, തിരക്കായതുകൊണ്ട്. അതും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് അടുപ്പിലുണ്ടായിരുന്ന നമ്മളെ വിറകിൻ്റെ കനലുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ചോറ് ആകുന്ന സമയത്ത് ചേട്ടനയുടെ ഉള്ളിയും പിന്നെ തൈരൊക്കെ കൂട്ടി കച്ചമ്പറൊക്കെ ആക്കി വെച്ചു. അതിനുശേഷം പോയിട്ട് വാഴയിലയും തോട്ടത്തിൽ നിന്ന് പോയിട്ട് മുറിച്ച് കൊണ്ടിട്ട് കഴുകിയിട്ട് വെച്ചു. ഇനിയിപ്പോൾ എന്ത് പരിപാടി? ചോറുമായി കറിയുമായി. ഇനിയിപ്പോൾ കഴിക്കണം അല്ലേ? ഇതാ അപ്പോൾ നമ്മൾ ചോറിലത്തെ കനലൊക്കെ നീക്കിയിട്ട് ഞാനത് അടുക്കളേൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഉണ്ട് നമ്മളെ ചോറ്. അപ്പോഴത്തേക്കും വീഡിയോയുടെ ലൈറ്റൊക്കെ പോയി, അതുകൊണ്ട് ലൈറ്റൊന്നുമില്ല, ചാർജ് തീർന്നിട്ട്. ചിക്കൻ കറി, നെയ്ച്ചോറ്, കച്ചമ്പറ്, തൈര് ഉപ്പും ഉള്ളി മാത്രമുള്ള കച്ചമ്പറ്, പിന്നെ നമ്മളെ മാങ്ങാച്ചാറാണ് കേട്ടോ. വേറെ കക്കരിക്കൊന്നും ഉണ്ടായിരുന്നില്ല, കൊണ്ടുവന്നെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ചോറ് കഴിക്കണ്ടേ? അപ്പോൾ കിങ്ങിണി ഇതാ പാട്ടയും ഗ്ലാസ്സും ഒക്കെ എടുത്തിട്ട് അവിടെ ഇറയത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇലയും എല്ലാം എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചു. നമ്മൾ എപ്പോഴും അവിടെ ഇരുന്നിട്ടാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ഇലയും എല്ലാം കൊണ്ടുവച്ചു. എനിക്ക് ഇങ്ങനെയും ചേട്ടൻ എല്ലാവരും കൂടിയിട്ട് കൈയെല്ലാം കഴുകിയിട്ട് വന്നോട്ടാ ചോറ് വയ്ക്കാനായിട്ട്. അങ്ങനെ ഇലയിലേക്ക് ഞാൻ കച്ചമ്പറ് ഇട്ട് കൊടുത്തു. പിന്നെ ഒന്നിൽ അച്ചാറിട്ട് കൊടുത്തു. അവരുടെ ഇലയിൽ അവർ മക്കൾ തന്നെ പറഞ്ഞു കിങ്ങിണിയും കുഞ്ഞാറ്റക്കും അവർക്ക് ഉണ്ടാക്കാൻ തന്നെ വിളമ്പണം എന്നിട്ട് അവരുടെ ഇലയിൽ അവരെന്നെ വിളമ്പി. ഇത് എൻ്റെ ഇലയിൽ ഞാൻ തന്നെ വിളമ്പും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചോറിട്ട് കൊടുത്തു. പിന്നെ നമ്മളെ കറിയും ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും നല്ല ഉണ്ടായിട്ടാ കഴിക്കാനായിട്ട് ചൂടോട് കൂടിയിട്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെ ആയിരുന്നു കേട്ടോ. പക്ഷേ എല്ലാ ഞായറാഴ്ച ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. എല്ലാ ഞായറാഴ്ച നമുക്ക് സാധാരണ ഒരു ദിവസം പോലത്തെ ദിവസം തന്നെയാണ് ഞായറാഴ്ച. ഞായറാഴ്ചയായിട്ട് ഒരു സ്പെഷ്യലും ഇല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ.